ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സ്ട്രോബെറി ചീസ് കേക്കാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: മാരി ബിസ്ക്കറ്റ് പൊടിച്ചത് 16 എണ്ണം, ക്രീം ചീസ് 300 ഗ്രാം, 250 ഗ്രാം വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്തത്, ഫ്രഷ് സ്ട്രോബെറീസ്, ബട്ടർ 50 ഗ്രാം മെൽറ്റ് ചെയ്തത്, അരക്കപ്പ് പഞ്ചസാര, 10 ഗ്രാം ജെലാറ്റിൻ, ഐസ് വാട്ടർ 1/4 കപ്പ്, ചൂടുപാൽ 1/4 കപ്പ്, സ്ട്രോബെറി എസൻസ്. ആദ്യം നമുക്ക് പൊടിച്ച ബിസ്ക്കറ്റിലേക്ക് മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ബട്ടർ ചേർത്ത് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ അതോടൊപ്പം 1 സ്പൂൺ പഞ്ചസാരയും ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായി യോജിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലുള്ള ഒരു സ്പ്രിംഗ് മോൾഡിലേക്ക് ബിസ്ക്കറ്റ് നിരത്തി കൊടുക്കാം. നന്നായി പ്രസ് ചെയ്ത് നിരത്തി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനായി ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് ക്രീം ചീസ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനു മുമ്പായി നമുക്ക് ജെലാറ്റിനിൽ അല്പം തണുത്ത വെള്ളം മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ചീസ് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര കൂടി ചേർക്കാം. ഇനി നമുക്കിത് വീണ്ടും ബീറ്റ് ചെയ്യാം. നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. വിപ്പിംഗ് ക്രീം നേരത്തെ ബീറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ജെലാറ്റിനിലേക്ക് ചൂടുപാൽ മിക്സ് ചെയ്യാം. ഇതിനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ചീസ് കൂട്ടിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ലോ സ്പീഡിൽ ചെറുതായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ കൂട്ടിലേക്ക് 1/2 ടീസ്പൂൺ സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറീസ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാ വശത്തും സ്ട്രോബെറീസ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചീസ് കൂട്ട് ഒഴിക്കാം. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാം. തയ്യാറാക്കുന്ന മോൾഡിൻ്റെ അളവിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെക്കാം. ഇനി നമുക്ക് ചീസ് കേക്കിന് മുകളിൽ ഒഴിക്കാനുള്ള ജെല്ലി തയ്യാറാക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: സ്ട്രോബെറി ചോപ്പ് ചെയ്തത് 1/2 കപ്പ്, 1 കപ്പ് വെള്ളം, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 5 ഗ്രാം ജെലാറ്റിൻ, 1 ടേബിൾ സ്പൂൺ ഐസ് വാട്ടർ. ആദ്യം നമുക്ക് ഈ ഐസ് വാട്ടർ ജെലാറ്റിനിലേക്ക് ഒഴിച്ച് ജെലാറ്റിൻ കുതിർത്ത് വയ്ക്കാം. ഇനി നമുക്കൊരു സോസ് പാനിലേക്ക് സ്ട്രോബെറീസ്, വെള്ളം, പഞ്ചസാര, ഇനി ഇവയെല്ലാം നമുക്കൊന്ന് നന്നായി ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ട്രോബെറി നന്നായി വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്ട്രോബെറി കളർ കുറവാണെങ്കിൽ അല്പം കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ്.
നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് തണുത്ത വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിലൊന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിനി നമുക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇതല്ലെങ്കിൽ ജെല്ലി പാക്കറ്റ് വാങ്ങി അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തയ്യാറാക്കി അത് മേലെ ഒഴിച്ചാലും മതി. ഇപ്പോൾ ഈ ജെല്ലി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചീസ് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ ഇതും പകുതി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ജെല്ലി ഒഴിക്കാം. ഇതിനി നമുക്ക് വീണ്ടും ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാം.